വേണമെങ്കിൽ ഒരു വാർത്ത വന്ന് കേട്ടോളൂ. എന്ത് വാർത്ത? ഒരു കൗതുക വാർത്ത. ഡ്രേക്ക് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തോന്നുന്നുണ്ടോ? എടാ ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? അതിലൊന്ന്, അൻവിന്റെ മുൻ ബിസിനസ് പാർട്ണറായ നിബു സിറിയാക്കിനെതിരെ UK-യിൽ യാതൊരുവിധ കേസുമില്ല എന്ന് ഞാൻ ഡ്രേക്കിന് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. എനിക്കറിയില്ല ഇവൻ ആരാന്ന്, എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. എന്നാൽ ഒരു സിനിമാ കഥ പോലെ ഡ്രേക്ക് അത് വളരെ നല്ല രീതിയിൽ വളച്ചൊടിച്ചു. നല്ല ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ടില്ലേ? നീ ആള് കാണുന്ന പോലെയൊന്നും അല്ല, നല്ല സാഹിത്യകാരൻ തന്നെ. അൻവിന്റെ ബിസിനസ് അക്കൗണ്ട്സ് വ്യക്തമാണെന്നും അവൻ പറഞ്ഞ ഓരോ കണക്കുകളും ശരിയാണെന്നും ഞാൻ വളരെ വ്യക്തമായി അദ്ദേഹത്തോട് പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഇതാണ്. എന്താ പ്ലാനിങ്? എന്തുകൊണ്ടാണ് ഞാൻ തന്ന ഓരോ ഇൻഫർമേഷനും താങ്കൾ വളച്ചൊടിച്ച് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഇതാണ്. നമ്മളൊരുമാതിരി പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ് മാഡം. അൻവിന് ലഹരി അതുപോലെ സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഡ്രേക്കിന്റെ സ്ക്രിപ്റ്റിന്റെ ഭാഗമായി അദ്ദേഹം പല സ്റ്റോറീസും ഇട്ടായിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിന്റെ വെൽ പ്ലാൻഡ് സ്ക്രിപ്റ്റിന്റെ ഒരു നറേഷൻ മാത്രമാണ്. പൊട്ടന്റെ മുമ്പിൽ ശങ്കൂതണമാരി ഞാൻ ഈ കാര്യം പറയാൻ തുടങ്ങിയത് വർഷം കുറയായി. പക്ഷേ ഡ്രേക്കിന് തെറ്റിപ്പോയത് എവിടെയെന്ന് വെച്ചാൽ അതിലൊരു ഫോട്ടോ അൻവിന്റെ സ്വന്തം സഹോദരിയാണ്. സ്വന്തം സഹോദരി. അൻവിന്റെ ബിസിനസ്സിൽ തുടങ്ങിയ അന്വേഷണം ഒരു പേഴ്സണൽ അറ്റാക്ക് ആയി മാറിയപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായത്. ദാറ്റ് ദിസ് ഈസ് എ സൈബർ കൊട്ടേഷൻ. താനൊന്നും പറയണ്ട, കുറെ കാലമായി താനിത് പറയുന്നു, കുറെ കാലമായി ഞാനിത് കേൾക്കുന്നു. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിഞ്ഞു പറ്റും. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഓരോരുത്തർക്കും ഇത് വ്യക്തമായി. ഡ്രേക്ക് വെറും റീച്ചിന് വേണ്ടിയും സൈബർ കൊട്ടേഷന്റെ ഭാഗമായും ഞങ്ങൾ ഓരോരുത്തരെയും കരുവാക്കുമായിരുന്നു. നിനക്കൊരു കത്തിയും കൂടി ഞാൻ വാങ്ങിക്കരുത്, ഇതിലും നല്ല തൊഴിലതാ. അൻവിനെതിരെ വളരെ ശക്തമായി ശബ്ദമുയർത്തിയിരുന്ന ഞാൻ ഇന്ന് തല കുനിക്കുന്ന ഒരു സാഹചര്യമായി. ഒരു സപ്പോർട്ടിംഗ് കമന്റ് ഇട്ടതിന്റെ പേരിൽ പലരെയും ഈ പറഞ്ഞ ഡ്രേക്ക് സ്റ്റോറി ഇട്ട് സൈബർ ബുള്ളിങ്ങിന് ഇരയാക്കുന്നത് ഞാൻ കണ്ടുവന്നു. ഇനി നിങ്ങളുടെ തോന്നിയ അനുവദിക്കാനാ. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ ഇയാള് റീച്ചിന് വേണ്ടി എന്ത് ചെറുത്തരവും കാണിക്കുന്നു എനിക്ക് മനസ്സിലായി. വൈറൽ വീഡിയോ ആണ് ഇപ്പോഴത്തെ എന്റെ വൈറ്റിപ്പഴം. യൂട്യൂബിൽ എന്റെ ഹോൾഡ് പേജ് ഹിറ്റാക്കി ക്യാഷ് അടിക്കും. ഇനിയും ഇതെല്ലാം കണ്ട് നിശബ്ദമായിട്ടിരിക്കാൻ എനിക്ക് സാധിക്കില്ല. സത്യം സത്യമായി പറയുന്നവനായി രാജാക്കൻ. ഞാൻ ഈ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് ഡ്രേക്ക് വന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് മറ്റുള്ളവർ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ വളച്ചൊടിച്ച് സ്റ്റോറി ഉണ്ടാക്കിയിട്ട് ക്രെഡിറ്റ് എടുക്കാനേ അയാൾക്ക് അറിയത്തുള്ളൂ. പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എന്റെ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും അയാൾക്ക് യാതൊരുവിധ മടിയില്ല. അയാൾ ഈ സ്നേഹം കിടന്ന് പരത്തുന്നതിനിടയിൽ സത്യം മറക്കപ്പെട്ടു എന്നതാണ് വാസ്തവം. നാട്ടുകാരൊക്കെ ഒന്ന് അറിയാം. ഡ്രേക്കേ, നിന്റെ പാർട്ട് 3 റിലീസിന് ശേഷം എന്റെ പാർട്ട് 2 വിത്ത് ഫുൾ എവിഡൻസ് ഞാൻ റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ബൈ. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, നാ ചെയ്തു. നാഗേന്ദ്രന്റെ എല്ലാ കാറിലും ഞാൻ ബോംബ് വെച്ചു.